നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ക്യാമ്പയിനാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിൽ മുസ്ലിം വിഭാഗം ഉൾപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ പോളിസിയാണ്. എനിക്കറിയാൻ പറ്റില്ല എന്താണ്. ഞാനിപ്പോൾ ഈ രണ്ട് കാര്യത്തെ പറ്റി പറയുന്നുള്ളൂ. NSSും SNDPയും തമ്മിൽ സഹകരിച്ചു പോകുന്നത് തെറ്റില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ബലി കഴിച്ചുകൊണ്ടുള്ള സഹകരണമൊന്നും ഇല്ല. ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഇതിനോടൊക്കെ സഹകരിച്ച് പോകാനാണ്, ഐക്യത്തോടെ പോകാൻ. വേറെ നിറച്ച് കിട്ടിയില്ല. സംസ്ഥാനത്ത് മറ്റ് ജനവിഭാഗങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇപ്പോൾ സമയം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ SNDP യോഗം അനുസരിച്ച് പറഞ്ഞത് മറ്റു വിഭാഗങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഹൈന്ദവ വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതൊക്കെയാണ് ഇത്തരത്തിൽ നമ്മളൊരു ഏകീകരണത്തിലേക്കും കാലഘട്ടത്തിന് അനിവാര്യതയിലേക്കും എത്തിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം അത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾ പറയാൻ കാണും. ഹിന്ദുവിന് മാത്രം അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിക്കുന്നുണ്ട്. ഹിന്ദുവിനുണ്ട്, അതുപോലെ ക്രിസ്ത്യാനിക്കും ഉണ്ട്, അതുപോലെ മുസ്ലിമിനും ഉണ്ട്. ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം എനിക്ക് മനസ്സിലായില്ല എന്താണ്. അവർക്ക് ഹിന്ദുവിന് റേഷൻ കൊടുക്കത്തില്ലേ? മുസ്ലിമിന് മാത്രമേ റേഷൻ കൊടുക്കുള്ളൂ. ആണോ? അങ്ങനെയാണോ ഇതിവിടെ നടക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാനൊക്കില്ല. അവരവരുടേതായ ഇത് ചില പാളിച്ചകൾ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഹിന്ദുക്കൾക്ക് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓരോ മതവിഭാഗങ്ങൾ, ഓരോ സമുദായങ്ങൾ അവർ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയങ്ങൾ കാണും. അതിൻ്റെ ജയങ്ങളോ പരാജയങ്ങളോ ഒക്കെ അവർക്കുണ്ടാകും എന്നുള്ളതല്ലാതെ ഒരു ഹൈന്ദവരിലെ ഒരു സമുദായങ്ങൾക്കും അങ്ങനെ പ്രത്യേകമായി എടുത്തു പറയാനില്ല. അതൊക്കെ ഉണ്ട്. ആരോട്? നമുക്കോ? അവർക്ക് കിട്ടണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അതാണല്ലോ സാമൂഹ്യ പ്രശ്നത്തിൽ ഞങ്ങൾ നിഷ്പക്ഷമായ അഭിപ്രായം പറയും. അത് രാഷ്ട്രീയമൊന്നും നോക്കത്തില്ല. അവരിലെ പാവങ്ങൾക്ക് കിട്ടേണ്ടത് അപഹരിക്കാൻ പാടില്ല. അത് ഞങ്ങൾ പറയും. മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. പാവങ്ങൾക്കും അത് കിട്ടണം. UDF തിരികെ ഭരണത്തിൽ വരാൻ ക്രൈസ്തവ സഭകളുടെ ഒരു സമ്മർദ്ദം എന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസിന്റെ ഏകീക ചർച്ചകളുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം ഒരു കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ, അതിന് തടയിടാനെന്ന നിലയിലാണോ ഇപ്പോൾ ഈ നിലയ്ക്ക് ഒരു ഹൈന്ദവ സംഘടന? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ. ഞങ്ങളെ പറഞ്ഞല്ലോ, ഞങ്ങളെ അടിസ്ഥാന മൂല്യങ്ങൾ കളഞ്ഞിട്ടൊന്നും ഒരുത്തരും ഒരു ഐക്യത്തിനും ഇല്ലാന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ NSSുമായിട്ട് ഇത്രയും അകന്നതെന്ന് ഇപ്പോൾ അടുത്ത് നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ ഒരു ഐക്യം ആഗ്രഹിക്കുന്നു, ഞങ്ങളും ആഗ്രഹിക്കുന്നു. എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ട്. ഏതായാലും നേതാവ് ഇത്ര ആക്ഷേപിച്ചത് ഒരു നേതാവ് അയാൾ മാത്രമേ ഉള്ളൂ. NSSനെ ആക്ഷേപിച്ചു. NSSനെ മാത്രമല്ല, എല്ലാ സമുദായങ്ങളെയും. അല്ലേ, ഇപ്പോഴല്ലേ പറയുന്നത്? ഇപ്പം എന്നിട്ട് തന്നെ ഓരോരുത്തർക്കും ചെന്ന് കയറുന്നു. അപ്പൊ പറച്ചിലും പ്രവൃത്തിയായിട്ട് ഇതില്ലെന്ന് അയാളുടെ നേതാവാണോ? പറഞ്ഞിടത്ത് നീക്കണ്ടേ? ഞങ്ങൾ അന്ന് മുതൽ അയാളോട് ഈ സമീപനം തന്നെയാണ്. അല്ലാതെ അയാൾ മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു ആര് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. എന്തോ കേട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വി ഡി സതീശൻ വരികയാണെങ്കിൽ
NSS ആസ്ഥാനത്ത് വരികയാണെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുമോ? അവസരം നൽകുമെന്ന് ഇവിടെ വരാനും ആരോ ഇവിടെ ആരെല്ലാം വന്നേച്ചു പോകുന്നു. വന്നല്ലോ ഇവിടെ ഇതിനിടയിൽ 1-2 പ്രാവശ്യം വന്നു. ചാടിക്കറി വന്നു. ഇവിടുത്തെ ബിഷപ്പ് തിരുമേനി KC വേണുഗോപാലും ഇയാളും കൂടെ വന്നേച്ച് പറഞ്ഞു മനസ്സിലായി. കാപ്പി കുടിച്ചേച്ചേ പോകുന്നു.